ഗുഡ് മോർണിംഗ്. രവിയേട്ടാ ഗുഡ് മോർണിംഗ്. എവിടേക്ക് പോകണം? ഇന്ന് 4 അമ്പലം ഷൂട്ടുണ്ട്. 3 അമ്പലം കഴിഞ്ഞു, ഇനി ഒരു അമ്പലം ഉണ്ട്, അത് എറണാകുളത്തേക്കാണ്. അപ്പൊ ഓക്കെ, പോയിട്ട് വരട്ടാ. ഓക്കെ. അങ്ങനെ നമ്മൾ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. 4 അമ്പലങ്ങളിലെ 3ാമത്തെ ക്ഷേത്രമാണിത്. എറണാകുളം ജില്ലയിലെ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മൂഴിക്കുളം ദേശത്ത് ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 31 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം. മൂഴിക്കുളം ദേശത്തിന്റെ ഗ്രാമക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. മൂഴിക്കുളം എന്ന പേര് വന്നതിന് പിന്നിലും വലിയൊരു ഐതിഹ്യമുണ്ട്. പണ്ട് ഈ പ്രദേശം മുഴുവൻ വനനിബിഡമായിരുന്നു. അന്ന് ഹരിത മഹർഷി എന്നൊരു ഋഷിശ്രേഷ്ഠൻ ഇവിടെ തപസ് ചെയ്തിരുന്നത്രേ. അദ്ദേഹത്തിന്റെ തപസ്സിൽ വിഷ്ണു ഭഗവാൻ സംപ്രീതനാവുകയും കലിയുഗത്തിലെ ജനങ്ങൾ ആത്മശാന്തിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വേദസാരോപദേശത്തിൽ ഉപദേശിക്കുകയും ചെയ്തു. അപ്പൊ ഭഗവാന്റെ തിരുമൊഴി ഉണ്ടായ കളം തിരുമൊഴിക്കളമെന്നും പിന്നീട് അത് ലോപിച്ച് മൂഴിക്കുളമെന്നും ആയി. രാമായണത്തിലെ ഇതിഹാസവുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ ഒരു കഥയുണ്ട് ഈ ക്ഷേത്രത്തിന്. പണ്ട് രാമലക്ഷ്മണന്മാരുടെ വനവാസ കാലത്ത് ഭരതൻ ചതുരംഗപ്പടയോടെ അവരെ കാണാനെത്തിയത്രേ. ഭരതന്റെ വരവ് തങ്ങളെ അപായപ്പെടുത്താനാണെന്ന് കരുതിയ ലക്ഷ്മണൻ ശ്രീരാമനോട് തന്റെ സംശയം പറഞ്ഞു. മഹാഭക്തനായ ഭരതൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ശ്രീരാമൻ മറുപടി പറഞ്ഞു. രാജ്യഭരണം ഏറ്റെടുക്കാൻ പറയാനാണ് ഭരതൻ വന്നതെന്നറിഞ്ഞ ലക്ഷ്മണൻ പശ്ചാത്താപ വിവശനായി ഇവിടെ ഹരിത മഹർഷി തപസ് ചെയ്ത അതേ സ്ഥലത്ത് തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് വിഷ്ണു സങ്കല്പത്തിൽ ഗോപുരം, മണ്ഡപം, ചുറ്റമ്പലം എന്നിവ പണിതു. വേറെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇവിടെ ലക്ഷ്മണൻ വരച്ചു വെച്ച ക്ഷേത്രമാണ് പിന്നീട് ഇവിടെ നിർമ്മിക്കപ്പെട്ടതെന്നാണ്. മൂഴിക്കുളം ക്ഷേത്രത്തിന്റെ പേര് വന്നതും അതുപോലെ ഐതിഹ്യ കഥകളും ഒക്കെ പറഞ്ഞു. ഇനി ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠയുടെ കഥ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നാലമ്പലത്തിന്റെ കഥ തന്നെയാണ്. കഥകളും ഐതിഹ്യങ്ങളും ഇങ്ങനെ ഒരുപാടുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് വലിയൊരു ചരിത്ര പശ്ചാത്തലം തന്നെയുണ്ട് മൂഴിക്കുളം ക്ഷേത്രത്തിന്. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ 13 മലയാളക്കരയിലാണ്. അതിലൊരു ദിവ്യദേശമാണ് മൂഴിക്കുളം ക്ഷേത്രം. എന്താണ് ദിവ്യദേശങ്ങൾ എന്ന് പറഞ്ഞാൽ? വൈഷ്ണവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളെയാണ് ദിവ്യദേശങ്ങൾ എന്ന് പറയുന്നത്. അതിലൊന്ന് മൂഴിക്കുളം ക്ഷേത്രമാണ്. അതിൽ തന്നെ ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് മൂഴിക്കുളം ക്ഷേത്രം. ചേര രാജാക്കന്മാരുടെ ഭരണകാലം മൂഴിക്കുളം ദേശത്തിന്റെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത്. 4ാം ശതകത്തിലെ കുലശേഖരവർമ്മന്റെ കാലത്താണ് ഇവിടെ കൊടിമരം സ്ഥാപിച്ചത്. പിന്നീട് ഭാസ്കരവർമ്മന്റെ കാലത്താണ് ഇവിടെ ക്ഷേത്രം പണിതത്. ടിപ്പുവിന്റെ ആക്രമണ ശേഷം ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് പിന്നീട് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ അനുമതി നൽകിയത്. ശേഷം ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രം പണിതത്.
മൂഴിക്കുളം ക്ഷേത്രത്തിലെ ശീവേലിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഭക്തരെല്ലാവരും പുറത്ത് കാത്തു നിൽക്കുകയാണ്. ശീവേലി കഴിഞ്ഞാലാണ് പാൽപ്പായസം നിവേദ്യം കിട്ടുക. അത് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. മൂഴിക്കുളം ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പട്ടംതുരുത്തി മനയെക്കുറിച്ച് പറയാതെ വയ്യ. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ക്ഷേത്രം അനാഥമായി കിടന്നിരുന്നത്രേ. അന്ന് പട്ടംതുരുത്തി മനയിലെ അന്തർജനം ദിവസേന വന്ന് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം അമ്മയ്ക്ക് പിന്നീട് അമ്പലത്തിൽ വരാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഭഗവാൻ അമ്മയ്ക്ക് സ്വപ്ന ദർശനം നൽകിയിട്ട് അമ്മയോട് മനയ്ക്കൽ വന്ന് നിവേദ്യം സ്വീകരിച്ചോളാമെന്ന് ഉറപ്പ് നൽകിയെന്നാ പറയണത്. പിന്നീട് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം ഉത്സവ സമയത്ത് 9ാമത്തെ ദിവസം മനയ്ക്കലേക്ക് ഇറക്കി എഴുന്നള്ളിപ്പ് തുടങ്ങി. അതനുസരിച്ച് വർഷത്തിൽ 2 പ്രാവശ്യമാണ് മൂഴിക്കുളത്തപ്പൻ പുറത്തിറങ്ങുന്നത്. ഒന്ന് മനയ്ക്കലേക്കുള്ള എഴുന്നള്ളിപ്പും പിന്നെ ആറാട്ടിനും. പ്രസിദ്ധമായ മൂഴിക്കുളം കച്ചത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ മൂഴിക്കുളം കച്ചം? ഈ ക്ഷേത്രത്തിൽ വെച്ചെടുക്കുന്ന ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ മറ്റു ക്ഷേത്രങ്ങളും അംഗീകരിച്ചിരുന്നത്രേ. അതാണ് മൂഴിക്കുളം കച്ചം. അതായത് ഈ ക്ഷേത്രത്തിന്റെ നിയമാവലിയാണത്. തമിഴ് വൈഷ്ണവർ അവരുടെ സന്ദർശനത്തിന് ശേഷം ഇവിടുത്തെ ലക്ഷ്മണ പെരുമാളിനെ കുറിച്ച് ഒരുപാട് സ്തുതിഗീതങ്ങൾ എഴുതിയിരുന്നത്രേ. നമ്മാഴ്വാരുടെ പെരിയ തിരുവാമൊഴി എന്ന കൃതി വളരെയധികം പേരുകേട്ടതാണ്. അതുപോലെ തന്നെ ആദിശങ്കരാചാര്യർ, ശതകോപനമ്മാർവാർ, തിരുവള്ളുവർ എന്നിവരും ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. ഉപദേവതകൾ എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി, ഗണപതി, ശ്രീരാമൻ, സീത, ഹനുമാൻ, ദുർഗാദേവി, ശാസ്താവ് എന്നിവരാണ്. ഇവിടെ ലക്ഷ്മണസ്വാമി ഊർമിളയെ വിട്ടു നിൽക്കുന്നതിനാൽ ലക്ഷ്മണസ്വാമിയുടെ മുന്നിൽ വെച്ച് വിവാഹം നടക്കില്ല അത്രേ. വിവാഹം നടക്കുന്നത് ഇവിടെ ഗോശാലകൃഷ്ണന്റെ മുന്നിൽ വെച്ചാണ്. അത് കഴിഞ്ഞാണ് അവിടെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതാണ് ഈ തൊട്ടിൽ കെട്ടുക എന്നുള്ളത്. മൂഴിക്കുളം ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഓരോ നക്ഷത്രത്തിനും ചേരുന്ന വൃക്ഷങ്ങൾ നമുക്കിവിടെ നട്ടുപിടിപ്പിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് തിരുവുത്സവമാണ്. മേടമാസത്തിലെ അത്തം നാളിൽ തുടങ്ങിയിട്ട് പിന്നീട് തിരുവോണ നാളിലാണ് ഉത്സവം കൊടിയിറങ്ങുന്നത്. മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ശാന്തി, എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഭക്തജനങ്ങളുടെ തിരക്കൊക്കെ എങ്ങനെയാണ്? നമ്മൾ നാലമ്പല ദർശനമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏകക്ഷേത്രമാണ് ഈ മൂഴിക്കുളം ക്ഷേത്രം എന്ന് പറയുന്നത്. ലക്ഷ്മണസ്വാമിയുടെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാർ ദിവസം 15,000-20,000 ഭക്തന്മാർ പ്രതിദിനം വന്ന് കടന്നു പോകുന്നു. നമ്മളറിയാതെയും അറിഞ്ഞിരിക്കുന്ന നാട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലുള്ള നല്ല നാനാവിധ ഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ വന്ന് ഈ ഒരു നാലമ്പല തീർത്ഥാടന ദർശനം സൗകര്യപ്രദമായ രീതിയിൽ ദേവസ്വം ബോർഡ് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭക്തന്മാർക്ക് വേണ്ടി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അതിന് അവർ സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ പോകുന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മുടേതായ ഈ സൗകര്യങ്ങളിൽ തൃപ്തരാണെന്ന് തന്നെ വിശ്വസിച്ച് നമ്മൾ വീണ്ടും വീണ്ടും മുമ്പോട്ട് പോകും. ഇനിയും 18 ദിവസം ബാക്കിയുണ്ട്. അതിലെല്ലാം ഈ ഭക്തജനങ്ങൾ നമ്മളോട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതനുസരിച്ച് ദേവസ്വം ബോർഡ് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുനിന്നും ഭക്തജനങ്ങൾ എത്താറുണ്ടോ? ഇത് പറഞ്ഞു വരുമ്പോൾ ആദ്യമായി പറയേണ്ട കാര്യം ലക്ഷ്മണസ്വാമി, അതായത് ലക്ഷ്മണൻ ശ്രീരാമ കഥയിലെ ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ ഇവിടെ വന്നു ഇരുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ ലോകത്തുനിന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം ഭൂരിഭാഗം ജനങ്ങൾ നമ്മുടെ കേരളീയവാസികൾ അറിയാത്ത ഒരു കഥയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് പറയുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു സമയം വിനിയോഗിക്കുന്നു. അപ്പോൾ ആദ്യമായി പറയേണ്ട ത്രേതായുഗത്തിലെ വിഷ്ണു ഭഗവാൻ കാലുകുത്തിയൊരു സ്ഥലമാണത്. വിഷ്ണു ഭഗവാൻ ഈ ക്ഷേത്രത്തിന് പിന്നിൽ നദിയുണ്ട്, പൂർണ്ണാനദിക്കര എന്നാണ് പറയുന്നത്. പൂർണ്ണാനദി ഇപ്പോൾ നമ്മൾ കേരളവാസികളെല്ലാം പറയും ചാലക്കുടി പുഴ എന്ന്. അപ്പോൾ ഈ ചാലക്കുടി പുഴയുടെ പഴയ പേരാണ്, ചാലക്കുടി പുഴയുടെ ആദ്യത്തെ പേരാണ് പൂർണ്ണാനദി. ആ പൂർണ്ണാനദിയുടെ കരയിൽ ഹരിത മഹർഷി തപസ്സിരുന്നു.
വിഷ്ണു ദർശനത്തിന് വേണ്ടി. അങ്ങനെ വിഷ്ണു ഭഗവാൻ വന്ന് ദർശനം കൊടുത്തു, അദ്ദേഹത്തിന് തിരുവായ്മൊഴി ചൊല്ലിക്കൊടുത്തു. ആ തിരുമൊഴിയാണ് തിരുമൊഴിക്കളം. എല്ലാ 4 വിഗ്രഹങ്ങളും രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരുടെ 4 വിഗ്രഹം നദിയുടെ കരയിൽ തന്നെ പ്രതിഷ്ഠിക്കണം. കാരണം ജീവനുള്ള വിഗ്രഹം, ഈ വിഗ്രഹത്തിന് പ്രത്യേകതയും കൂടിയുണ്ട്. അമാനുഷിക വിഗ്രഹങ്ങളാണ് 4. അതായത് മനുഷ്യനുണ്ടാക്കിയതല്ല, കൃഷ്ണൻ തന്നെ മനസ്സിൽ കണ്ട രൂപങ്ങൾ, ആ ജീവനുള്ള വിഗ്രഹങ്ങളാണ് ഇന്നും നമ്മൾ ഈ ദർശിച്ചുകൊണ്ടിരിക്കുന്ന മൂഴിക്കുളമായാലും തൃപ്രയാറായാലും എല്ലാം കാണുന്നത്. അതൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ പ്രത്യേകത വരുമ്പോൾ ലക്ഷ്മണസ്വാമി മാത്രം ക്ഷേത്രത്തിൽ സ്ഥലം കൊടുത്തില്ല. കാരണം ലക്ഷ്മണസ്വാമി ആദ്യമേ വെച്ചൊരു സ്ഥലം ഇവിടെയുണ്ട്. അതുകൊണ്ട് രാജാവിന് ദിവ്യസ്വപ്നം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. എവിടെ നദിയിൽ ആനമയിലാടി വരുന്നോ ആ സ്ഥലത്തൊരു മണ്ഡപമുണ്ടല്ലോ. അങ്ങനെ ആന മതിച്ചാടി വന്നപ്പോഴാണ് ഈ മണ്ഡപം കാണുന്നത്. അങ്ങനെ ആനയ്ക്ക് ആദ്യമായി സ്ഥാനം കൊടുത്ത് നമ്മുടെ കേരളക്കാർ വിശ്വസിക്കുന്ന കൊട്ടാരക്കര ഗണപതിക്ക് തുല്യമായ രീതിയിൽ തെക്കോട്ട് ദശമായി ഗണപതിയും കൂടി ഈ ക്ഷേത്രത്തിൻ്റെ കൂടെ ശ്രീകോവിലിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വളരെ വളരെ വിശേഷമായ ഒരു സാന്നിധ്യം കൂടിയാണ് അവിടെ. അപ്പോൾ ആ ഗണപതി പ്രതിഷ്ഠിച്ച ശേഷമാണ് ഈ ലക്ഷ്മണൻ്റെ പീഠം കാണുന്നത്. ലക്ഷ്മണസ്വാമി വെച്ച് പോയ പീഠം. ആ പീഠത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ആ പെരുമാളിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചേക്കുന്നത്. ഭഗവാന്റെ ഇഷ്ട കലാരൂപമാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാ? ചാക്യാർകൂത്ത് ഇവിടുത്തെ വൃശ്ചിക സംഗമരാശി, വൃശ്ചിക 1-ാം തീയതിക്കോ അല്ലെങ്കിൽ തലേദിവസമോ സംഗമ സമയം എപ്പോഴാണോ സൂര്യനും ചന്ദ്രനും സംക്രമത്തിൽ വൃശ്ചിക സംഗമത്തിലേക്ക് വരുന്ന സമയം, ആ സമയത്ത് ഇവിടെ കൂത്ത് തുടങ്ങണമെന്നാണ് പഴയ നമ്മുടെ പ്രാചീനർ പറഞ്ഞു വരുന്നത്. ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് തുടങ്ങി വെക്കും. ഇങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് ഇന്ന് ഈ കാണുന്ന കൂത്തമ്പലത്തിൽ ദിവസം 7 ദിവസം കൂടിയാട്ടവും തുടർന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂത്തായിട്ട് വേണമെന്നാണ് കണക്ക്. അതിന് കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ കൂത്തമ്പലം എന്ന് പറയുന്ന സ്ഥലം ക്ഷേത്രത്തിനകത്ത് തന്നെയാണ്. രാജകൊട്ടാരമാണ് ഞാൻ ആദ്യം പറഞ്ഞു. ആ രാജകൊട്ടാരത്തിനകത്താണ് കൂത്ത് നടത്തിയിരുന്നത്. ആ കൂത്ത് നടത്തുന്ന കൂത്തമ്പലമാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ രണ്ടാമത് കാണുന്ന കവാടം. അത് ക്ഷേത്രത്തിന് ഇത് ക്ഷേത്ര കണക്കല്ല, രാജകണക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഭഗവാന്റെ ആ രാജകൊട്ടാരം. ആ കൊട്ടാരത്തിനകത്ത് കൂത്തമ്പലമാണ് പഴയ കൂത്തമ്പലം. ഇന്ന് ഭക്തർ വന്നു തുടങ്ങിയപ്പോൾ ആ കൂത്തമ്പല സ്ഥാനം നമ്മുടെ ഈ കാണുന്ന ഭഗവാന്റെ വലതുവശത്ത് കാണുന്ന അതെ അങ്ങോട്ടേക്ക് മാറ്റി. യാത്രകൾ ഇങ്ങനെ നമ്മെ തിരിച്ചു നടത്താറുണ്ട്. ഓർമ്മകളിലേക്കും അപ്രത്യക്ഷമായ അനുഭവങ്ങളിലേക്കും കാറ്റിലുടനീളമോടിയ കുട്ടിക്കാലത്തേക്കും. ഈ യാത്ര ഇന്നിവിടെ ചാലക്കുടി പുഴയുടെ തീരത്ത് അവസാനിക്കുകയാണ്. ഡിവൈൻ ട്രെയിൽസിൽ ഇനി 4 അമ്പലങ്ങളിലെ സമാപന ക്ഷേത്രമായ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രമാണ്.